നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാറ്റൂരിലെ ചിത്രപ്രിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തലുമായി പെൺകുട്ടിയുടെ ബന്ധു രംഗത്ത്. ചിത്രപ്രിയ കൊലപാതകത്തിൽ പോലീസ് വാദങ്ങൾ തള്ളിയാണ് പെൺകുട്ടിയുടെ ബന്ധു രംഗത്ത് വന്നിരിക്കുന്നത്. പോലീസ് കണ്ടെത്തലുകളിൽ സംശയമുന്നയിച്ച് കൊല്ലപ്പെട്ട ചിത്രപ്രിയയുടെ ബന്ധു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. പോലീസ് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ് ഒരു CCTV ദൃശ്യം. അതായത് രണ്ട് ബൈക്കുകളായിട്ട് രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും എത്തുന്ന ഒരു CCTV ദൃശ്യം, ഒരു റോഡിൽ ഇറങ്ങി പെൺകുട്ടി മുന്നോട്ട് പോകുന്ന ഒരു CCTV ദൃശ്യം നമ്മൾ കണ്ടതാണ്. ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത് CCTV ദൃശ്യമാണ് എന്നതടക്കമുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വന്നതാണ്. എന്നാൽ പോലീസ് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളുള്ളത് ചിത്രപ്രിയ അല്ല എന്നാണ് ബന്ധു ശരത് ലാല് തുറന്നടിക്കുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നുവെന്നും ഈ ബന്ധു വ്യക്തമാക്കി. പോലീസ് പറഞ്ഞ പല കാര്യങ്ങളും കളവുണ്ടെന്നും ശരത് ലാൽ പറഞ്ഞു. അതേസമയം പ്രതി അലനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. മലയാറ്റൂരിലെ 19 വയസ്സുകാരി ചിത്രപ്രിയ ആൺ സുഹൃത്ത് അലൻ തലക്കടിച്ചു കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെ എന്നാണ് പോലീസ് പറയുന്നത്. കൊലയ്ക്ക് മുൻപ് ഇരുവർക്കുമിടയിൽ രൂക്ഷമായ തർക്കമുണ്ടായി. നേരത്തെ മുതലേ ശല്യം ചെയ്ത അലനെ പെൺകുട്ടി അകറ്റി നിർത്തിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. സ്കൂൾ പഠനകാലത്ത് ചിത്രപ്രിയയെ അലൻ അറിയാമായിരുന്നു. അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അലനെ പെൺകുട്ടി അകറ്റി നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മികച്ച വോളിബോൾ കളിക്കാരിയായിരുന്നു ചിത്രപ്രിയ. കോലഞ്ചേരിയിലെ സ്കൂളിലേക്ക് പിന്നീട് ചിത്രപ്രിയ മാറുന്നു. അപ്പോഴും അലൻ ചിത്രപ്രിയയെ പിന്തുടരുകയുണ്ടായി. പക്ഷേ ബംഗളൂരിൽ പഠനത്തിന് ചേർന്നപ്പോൾ അലൻ ഫോണിലൂടെയായിരുന്നു ചിത്രപ്രിയയെ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. വിളി തുടർന്നുകൊണ്ടേയിരുന്നു. ബ്ലേഡ് കൊണ്ട് കയ്യിൽ ചിത്രപ്രിയയുടെ പേര് വരഞ്ഞിടുന്ന സാഹചര്യമുണ്ടായി. ശല്യം സഹിക്കവയ്യാതെ ചിത്രപ്രിയ താക്കീത് ചെയ്തു. ഇതോടെ അലൻ പ്രകോപിതനായി എന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്തായാലും കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കൊലയ്ക്ക് മുൻപ് ഇരുവർക്കുമിടയിൽ രൂക്ഷമായ തർക്കമുണ്ടായി എന്നും പോലീസ് വ്യക്തമാക്കി. നേരത്തെ മുതലേ ശല്യം ചെയ്ത അലനെ പെൺകുട്ടി അകറ്റി നിർത്തിയിരുന്നു. പക്ഷേ നേരത്തെയും ശല്യമായിരുന്നു. അകറ്റി നിർത്തുന്ന കാര്യത്തിലൊക്കെ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ അത് ആ പെൺകുട്ടിയുടേതല്ല എന്ന് ബന്ധുക്കൾ വ്യക്തമാക്കുകയാണ്. നാട്ടിലത്തെ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞ് തീർക്കാം, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ബൈക്കിൽ കയറ്റി അലൻ കൊണ്ടുപോയത്. വീട്ടുകാർ എതിർക്കുമെന്നതിനാൽ ആരോടും പറയാതെ ചിത്രപ്രിയ അലനൊപ്പം പോവുകയായിരുന്നു. നക്ഷത്ര തടാകത്തിനടുത്ത് ഇരുവരും തർക്കിക്കുന്നതായി ചിലർ കണ്ടിരുന്നു. അവിടെ നിന്നാണ് കൊല നടന്ന സെബിയൂർ കൂരപ്പള്ളി കയറ്റത്തിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയത്. പെൺകുട്ടിക്ക് ലഹരി നൽകിയിരുന്നോ, അത് ലഹരി നൽകിയിട്ടാണോ കൊലപാതകം നടത്തിയത് എന്ന സംശയം ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലത്ത് ആണ് വിളിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട് തന്നെ ചിത്രപ്രിയ നിലവിളിയൊന്നും ആരും കേട്ടിട്ടില്ല. എന്തായാലും കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നൊരു അന്വേഷണം കൂടി. കല്ലുകൊണ്ട് തലയ്ക്ക് പിന്നിൽ ചെവിക്കരികിൽ ശക്തിയായി ഇടിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ. ശക്തമായ ഇടിയിൽ പെൺകുട്ടി ബോധമറ്റ് വീണു. ഇതോടെ അലൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആ സമയം നാട് മുഴുവൻ ചിത്രപ്രിയയ്ക്കായി അന്വേഷണം നടക്കുന്ന സമയത്താണ് ഒരു വശത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് അതിക്രൂരമായ കൊലപാതകം നടക്കുന്നത്. അലനെയും പോലീസ് ചോദ്യം ചെയ്തു. പക്ഷെ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ആദ്യഘട്ടത്തിലൊക്കെ. അതോടെ പോലീസ് വിട്ടയച്ചു. പിന്നാലെയാണ് ഈ മറ്റൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് വൈകിട്ട് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടതോടെ വീണ്ടും അലനിലേക്ക് പോലീസ് എത്തിയത്. കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിൽ താൻ കൊല്ലാൻ തന്നെയാണ് ചിത്രപ്രിയയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോയതെന്ന് പ്രതി സമ്മതിച്ചു. ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായിരുന്നുവെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നു. കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതായി ആലുവ റൂറൽ SP വ്യക്തമാക്കി. മൃതദേഹത്തിനരികിൽ നിന്ന് കിട്ടിയ വാച്ചിലാണ് കുടുംബത്തിന് സംശയം. ആ വാച്ച് അലന്റെയോ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടേതോ അല്ല. അതുകൊണ്ട് തന്നെ ആ വാച്ച് ആരുടേതാണ് എന്ന ഒരു ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. റിമാൻഡിലുള്ള അലനായി അടുത്ത ദിവസം തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. തെളിവെടുപ്പ് അന്ന് തന്നെ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.